എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയ്ക്ക് പുതിയ ഭാഷ്യം രചിച്ച കാര്യം എല്ലാവരും കേട്ടിരിക്കും. ഭാഷ്യകാരൻ്റെ പേരൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. പുതിയ ഭാഷ്യകാരൻ്റെ ഭാഷ്യം ഇങ്ങനെയാണ്: ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തെറിയാണ് ഭഗവത്ഗീത എന്നാണ്. എന്താ അല്ലേ? ഇതൊന്നും കേട്ട് നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കാരണം 1000 വർഷം വിദേശികൾ പരമപവിത്രമായ ഈ ഭാരതത്തെയും ഈ ഭാരതത്തിൻ്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുവാൻ നോക്കിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ തകർക്കുകയും ജ്ഞാനമുദ്രകളായ ആയിരക്കണക്കിന് താളിയോലകൾ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ നിറദീപമാണ്. 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ലോകം ഈ നാടിൻ്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും, അതുപോലെ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ തന്നെ. പല വിദേശ യൂണിവേഴ്സിറ്റികളിലും ഭഗവത്ഗീത ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്നു. പല സ്കൂളുകളിലും കാലത്ത് ഭഗവത്ഗീത ചൊല്ലുന്നു. ഇത് കാണിക്കുന്നത് ഗീതയുടെ മഹത്വമാണ്, പ്രാധാന്യമാണ്. അതുകൊണ്ട് ഇത്തരം അവഹേളനങ്ങൾ ഇനിയും ഉണ്ടായി എന്ന് വരും. അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ശ്രീകൃഷ്ണനെ അവഹേളിക്കുവാനും വധിക്കുവാനും ദ്വാപര യുഗത്തിൽ തന്നെ ശ്രമം നടത്തിയിരുന്നു. ശ്രീകൃഷ്ണൻ്റെ ജനനം തന്നെ ഇല്ലാതെയാക്കുവാൻ കംസൻ ശ്രമിച്ചിരുന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തൻ്റെ ഘാതകനായിരിക്കും എന്ന അശരീരി കേട്ടതോടുകൂടി അരയിൽ നിന്നും വാൾ ഊരിയെടുത്ത് ദേവകിയെ വധിക്കുവാൻ കംസൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് സാധിച്ചില്ല. അതിനുശേഷം കൃഷ്ണൻ ജനിച്ചത് തന്നെ കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ ജനിച്ചിട്ടും തൻ്റെ മാതാപിതാക്കളുടെ കൂടെ കഴിയുവാൻ സാധിച്ചില്ല. ദൂരെ നന്ദഗോപരുടെയും യശോദയുടെയും മകനായിട്ടാണ് ശ്രീകൃഷ്ണൻ വളർന്നത്. അവിടെ തന്നെ എത്ര ആസുരീക ശക്തികളാണ് ശ്രീകൃഷ്ണനെ വധിക്കുവാനായി വന്നിട്ടുള്ളത്. പൂതന, ധേനുകാസുരൻ, ബകാസുരൻ, ശകടാസുരൻ, കാകാസുരൻ തുടങ്ങി ഒരുപാട് ആസുരീക ശക്തികൾ ശ്രീകൃഷ്ണനെ വധിക്കുവാനായി മുന്നോട്ട് വന്നു. ഇവരെയെല്ലാം കാലപുരിക്കയച്ചത് ശ്രീകൃഷ്ണൻ്റെ ഒരു ബാലലീലയായിരുന്നു. അതേപോലെ തൻ്റെ ശത്രുഭാവ ഭക്തനായ കംസനെ കൃഷ്ണൻ വധിക്കുന്നത് തൻ്റെ 11ാമത്തെ വയസ്സിലാണ്. ശിശുപാലൻ ശ്രീകൃഷ്ണനെ 100 തവണ അവഹേളിച്ചു. 101ാമത്തെ തവണയാണ് ശ്രീകൃഷ്ണൻ ശിശുപാലനെ അടിച്ച് തെറിപ്പിച്ചത്. അതേപോലെ ദുര്യോധനൻ്റെ സഭയിൽ കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ വന്നവർ ആ വിശ്വരൂപം കണ്ട് ഭയന്ന് വിറച്ചുപോയി. ഇതാണ് ശ്രീകൃഷ്ണൻ. ഈ ശ്രീകൃഷ്ണനെ അവഹേളിക്കുവാനും നിന്ദിക്കുവാനും ഇന്നും ആസുരീക ജന്മങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് ഇത്തരം ഭാഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ ശ്രീകൃഷ്ണനെയോ അല്ലെങ്കിൽ ഈ നാടിനെയോ ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഈ ഭഗവത്ഗീതയെ നിന്ദിക്കുമ്പോൾ, അവഹേളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച ശങ്കരാചാര്യ സ്വാമികളെയും അതേപോലെ ചിന്മയാനന്ദ സ്വാമികളെയും വിവേകാനന്ദ സ്വാമികളെയും ഗാന്ധിയെയും ചട്ടമ്പി സ്വാമികളെയും നാരായണ ഗുരുദേവനെയും ഒക്കെയാണ് അവഹേളിക്കുന്നത് എന്ന് അറിയണം.
ഐൻസ്റ്റീന്, ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീന് പ്രചോദനമേകിയത് ഭഗവത്ഗീതയാണ്. ഗോർബച്ചേവ് തൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ കോട്ട് ചെയ്തിരുന്നത് ഭഗവത്ഗീതയിലെ വാക്യങ്ങളാണ്. അത്ര മഹത്തരമാണ് ഭഗവത്ഗീത. ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരു മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയെ നിന്ദിക്കുവാനും ശ്രീകൃഷ്ണനെ നിന്ദിക്കുവാനും ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല എന്നറിയണം. ഹിമാലയത്തിന് നേരെ കല്ലെടുത്തെറിഞ്ഞാൽ ഹിമാലയത്തിന് വല്ലതും സംഭവിക്കുമോ? ഒരിക്കലും ഹിമാലയത്തിന് ഒരു പോറൽ പോലും ഏൽക്കുകയില്ല. അതാണ് ഈ നാടിൻ്റെ ഒരു മഹത്വം. നമ്മുടെ അവതാരങ്ങളെയും നമ്മുടെ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒന്നും തന്നെ ആർക്കും നിഷേധിക്കുവാനോ അവഹേളിക്കുവാനോ സാധ്യമല്ല. കാരണം ഇതൊക്കെ ശാസ്ത്രമാണ്. നമ്മുടെ വേദങ്ങളൊക്കെ തന്നെ ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള ആസുരിക ജന്മങ്ങൾ ഈ നാടിനെ അവഹേളിക്കാൻ മുന്നോട്ട് വരും. അപ്പോഴൊന്നും നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല എന്ന് സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.